നമ്മൾ ഓരോരുത്തരും താമസിക്കുന്ന വീട്, അത് വീടാവട്ടെ, ഫ്ലാറ്റ് ആവട്ടെ, വാടക കെട്ടിടമാകട്ടെ, ഒരു മുറിയാകട്ടെ, ആ ഒരു വീടിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കെട്ടിടത്തിൻ്റെ ഒരു എനർജി നമ്മളെ ജീവിതത്തെ സ്വാധീനിക്കുമെന്നാണ് ചൈനീസ് വാസ്തുകലയായ ഫുങ്ഷോയിലും നമ്മുടെ ഭാരതത്തിൻ്റെ വാസ്തുവിലും പറയുന്നത്. അതായത് ചില ഇതിൽ പറയുന്നുണ്ട്, ഇപ്പം ഒരു വ്യക്തി എത്ര ദുഷ്ടനാണെങ്കിൽ പോലും വാസ്തുബലമുള്ള വീട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈശ്വരൻ അദ്ദേഹത്തെ പന പോലെ വളർത്തുമെന്നും, അതേസമയം വളരെ സത്യസന്ധനും സൽസ്വഭാവിയുമായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം വാസ്തുദോഷമുള്ള ഒരു ഭവനത്തിലാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ അദ്ദേഹം താഴേക്ക് പോകുമെന്നും വാസ്തുവിൽ പറയുന്നുണ്ട്. അപ്പോൾ വാസ്തുബലം മഹാബലമെന്നും വാസ്തുവിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയെ അനുസരിച്ചിട്ടല്ല ഒരു വ്യക്തിയുടെ സൗഭാഗ്യത്തെ നിശ്ചയിക്കുന്നത്, ആ വീടിൻ്റെ വാസ്തു നോക്കിയിട്ടാണ്, അല്ലെങ്കിൽ ആ വീടിൻ്റെ വാസ്തുബലം നോക്കിയിട്ടാണ്. അപ്പോൾ ഭാരതത്തിൻ്റെ വാസ്തുവിലും ചൈനീസ് വാസ്തുവിലും ഒക്കെ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളായി പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഏതൊരു വീടിൻ്റെയും വടക്ക് ദിക്ക് ആ വീട്ടിൻ്റെ തൊഴിലിൻ്റെ ദിക്കായി ഫുങ്ഷോയിൽ കണക്കാക്കുന്നു. ഫുങ്ഷോ എന്ന് പറയുന്നത് ചൈനീസ് വാസ്തുകലയാണ് ഫുങ്ഷോ എന്ന് പറയുന്നത്. അപ്പോൾ ഫുങ്ഷോയിൽ വടക്ക് ദിക്ക് എന്താണ്? തൊഴിൽ ദിക്കായിട്ട് കണക്കാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും വീടിൻ്റെ വടക്ക് ദിക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ തൊഴിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഇപ്പം ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങൾക്ക് നോക്കാം, നിങ്ങളുടെ വീടിൻ്റെ വടക്ക് ഭാഗത്ത് ഒരു ടോയ്ലറ്റോ ഒരു സെപ്റ്റിക് ടാങ്കോ അല്ലെങ്കിൽ വടക്ക് ഭാഗത്തെ കിച്ചണോ അല്ലെങ്കിൽ വടക്ക് ഭാഗത്ത് നിങ്ങൾക്ക് മിസ്സിങ് എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പം നമ്മൾ എടുക്കുന്നു, വടക്ക് കിഴക്കൊരു റൂമുണ്ട്, വടക്ക് പടിഞ്ഞാറ് ഒരു റൂമുണ്ട്, വടക്ക് ഭാഗം ഫ്രീ ആയിട്ടിട്ടിരിക്കുകയാണ്, അവിടെ നമ്മൾ റൂം പണിഞ്ഞിട്ടില്ല. ഒരുപാട് വീടുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വടക്ക് ഏരിയനെ മിസ്സിങ് ആയിട്ട് കണക്കാക്കും. അപ്പോൾ ഈ വടക്ക് ഭാഗത്ത് നിങ്ങൾക്കൊരു മിസ്സിങ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വടക്ക് ഭാഗത്തൊരു ടോയ്ലറ്റ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വടക്ക് ഭാഗത്തൊരു കിച്ചൺ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ദിക്ക് സ്വാഭാവികമായും അവിടുത്തെ ഒരു എനർജി ലെവൽ കുറഞ്ഞിട്ടുണ്ടാവും. അത് ജീവിതത്തിൽ നിങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് ചൈനീസ് വാസ്തുക്കളായ ഫുങ്ഷുയിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് എന്തൊക്കെ തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ നമ്മളൊരു തൊഴിൽ അന്വേഷിച്ച് പോയാൽ ആ തൊഴിൽ കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമുക്കൊരു തൊഴിലുണ്ട് പക്ഷേ ആ തൊഴിൽ ഒന്ന് മാറി ഓരോരോ വിഷയങ്ങളാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷമായി അല്ലെങ്കിൽ 15 വർഷമായി നമ്മൾ ഒരേ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ കൂടെ ഉള്ളവർക്കെല്ലാം പ്രൊമോഷൻ കിട്ടി, നമുക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ നമുക്കൊരു ജോലിയുണ്ട്, എല്ലാവരും ആ ജോലിയിൽ സ്ഥിരമായി, എനിക്ക് ആ ജോലിയിൽ സ്ഥിരമാവാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അങ്ങനെ തൊഴിൽ സംബന്ധമായിട്ടുള്ള എന്ത് കാര്യങ്ങളോ തടസ്സങ്ങളോ വടക്ക് ദിക്കുമായി ബന്ധപ്പെട്ടിട്ട് വരാം. അപ്പോൾ വടക്ക് ദിക്കിൻ്റെ ആ ഒരു ദിക്ക് മലിനപ്പെട്ട് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാമെന്ന് ചൈനീസ് വാസ്തുകലയായ ഫുങ്ഷോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ വന്നു. അപ്പോൾ ഇവിടെ നമുക്കുള്ളൊരു വലിയ ഗുണമെന്ന് പറയുന്നത്, ചില റെമഡികൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ദിക്കിൻ്റെ ദോഷത്തിന് പരിഹാരം ചെയ്യാമെന്നും ഫുങ്ഷോയിൽ പറയുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഉദാഹരണത്തിന്, വീടിൻ്റെ വടക്ക് വശത്ത് നമുക്ക് വീട്ടിനകത്തോ അല്ലെങ്കിൽ വീടിൻ്റെ പുറത്തോ ഒരു ടോയ്ലറ്റ് വന്നെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ഗ്രീൻ ലൈറ്റോ അല്ലെങ്കിൽ ഒരു പ്ലാന്റോ ഉപയോഗിച്ചുകൊണ്ട് ഈ ടോയ്ലറ്റിന് ഒരു റെമഡി കാണാമെന്ന് ഫുങ്ഷോയിൽ പറയുന്നുണ്ട്. ചില മാസ്റ്റേഴ്സ് ഇതിന് വേറെ റെമഡിയാണ് പറയുന്നത്, പക്ഷെ ഞാൻ പറയുന്ന റെമഡി ഇതാണ്. ഇത് ഗ്രീൻ ലൈറ്റ് അല്ലെന്നുണ്ടെങ്കിൽ പ്ലാന്റ് വയ്ക്കാം. ഈ പ്ലാന്റ് വയ്ക്കുമ്പോൾ മണി പ്ലാന്റോ ലക്കി ബാമ്പോ ആകരുത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം പ്ലാന്റുകൾ നമുക്ക് സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഫുങ്ഷോയിൽ ഉപയോഗിക്കുന്ന പ്ലാന്റുകളാണ്. അതൊരിക്കലും കൊണ്ടുവന്ന് ടോയ്ലറ്റിനകത്ത് വെക്കാൻ പാടില്ല. ടോയ്ലറ്റ് വന്നാൽ എന്ത് റെമഡി എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് വേറെ അവിടെ ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു ടോയ്ലറ്റിനകത്ത് ടൈൽ ഇട്ടിരിക്കുകയാണ്. ഭൂരിഭാഗം ടോയ്ലറ്റിലും ഒരു 7 അടി വരെ ടൈൽ കാണത്തുള്ളൂ, ബാക്കിയുള്ള സ്ഥലം ഫ്രീ ആയിട്ട് ഇട്ടിരിക്കുകയായിരിക്കും, അവിടെ പെയിൻ്റ് ആയിരിക്കും ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത്രയുമുള്ള ഏരിയയിൽ ഗ്രീൻ പെയിൻ്റ് അടിക്കുന്നതും ഇതിന് റെമഡിയായി ഫുങ്ഷോയിൽ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ടോയ്ലറ്റിൻ്റെ കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് വടക്ക് വശത്ത് ഒരു കിച്ചണാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് കിച്ചണിനെ ഇപ്പോൾ മാറ്റാൻ പറ്റുന്നില്ല. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ റെമഡി ചെയ്യാം? നമ്മുടെ വീടിൻ്റെ വടക്ക് ഭാഗത്ത് ഒരു വാട്ടർ ബോഡി വയ്ക്കാം. അതായത് ഇപ്പോൾ നമുക്ക് ലാമ്പിൾ കുളമൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുമല്ലോ റെഡിമെയ്ഡിൽ. അവിടെ ആമ്പിൾ വേണമെന്നല്ല ഞാൻ പറയുന്നത്. അതിനകത്തൊരു റെഡിമെയ്ഡ് ടാങ്ക് വാങ്ങിച്ചുകൊണ്ട് നമ്മളവിടെ വെക്കുന്നു. അതിനകത്ത് നിറച്ച് നമ്മൾ വെള്ളം ഇടുന്നു. വെള്ളം ഇട്ടിട്ട് അതിനകത്ത് മീനുകളിടാം. എന്നിട്ട് ആ വെള്ളം ഒരു അക്വേറിയത്തിലൊരു മോട്ടർ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഒന്ന് മൂവ് ചെയ്യിപ്പിക്കാം. അപ്പോൾ ആ വെള്ളം ഇങ്ങനെ റീസൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ വടക്ക് വശത്ത് വാട്ടർ എലമെൻ്റ് ഉണ്ടെന്നുള്ളതാണ് ഫുങ്ഷോയുടെ തിയറി. ആ വാട്ടർ എലമെൻറ്റിനെ നമ്മൾ മൂവ് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ കുറേ ടെക്നിക്കുകൾ നമുക്ക് എല്ലാ ദിക്കിനും
ഉണ്ട്. അപ്പോൾ അതാണ് ഒരു ഫെങ്ഷി കൺസൾട്ടൻ്റ് എന്ന് കാണുമ്പോൾ അവർ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അതിനെ കറക്റ്റ് ചെയ്ത് തരും. അതുപോലെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇത് യൂട്യൂബിലെ പ്രോഗ്രാം കണ്ടിട്ട് നമ്മൾ പോയി നോക്കിയാൽ ഒരു പക്ഷേ നമുക്കതിനെ മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. അത് ഒരു കൺസൾട്ടൻ്റ് വരുമ്പോൾ അവർ ഓരോ മുക്കും മൂലയും പരിശോധിച്ച് അവർ അതിന് വേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതനുസരിച്ച് നിങ്ങളുടെ വീടും പരിസരവും ക്രമീകരിച്ച് ഈ ടൂൾസുകളോട് ഉപയോഗിക്കുമ്പോഴത്തേക്കാണ് നിങ്ങൾക്ക് അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ദിക്ക് വടക്ക്, തൊഴിലിൻ്റെ ദിക്ക്. അപ്പോൾ ആ ഭാഗത്ത് നമുക്ക് ടോയ്ലറ്റിന് റെമഡി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കിച്ചൺ വന്നിരിക്കുകയാണ്. അവിടെ വെളിയിലൊരു മൂവിങ് വാട്ടർ വയ്ക്കാം. അവിടെ ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂള്, അവിടെ ഇപ്പോഴത്തേക്ക് നമുക്കൊരു മൂവിങ് വാട്ടർ വയ്ക്കാനുള്ള സ്ഥലമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് മതിലിനോട് ചേർന്നിട്ടാണ് നിൽക്കുന്നത്. അവിടെ ഒരു മൂവിങ് വാട്ടർ ഇരിക്കില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് നമുക്കൊരു 6 റോഡ് വിൻചിയുണ്ട്. അതാണ് ഒരു ഫെങ്ഷുയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നല്ലെങ്കിൽ മറ്റൊരു ടൂളുണ്ട്, അല്ലെങ്കിൽ ഒരു റെമഡി ഉണ്ട്. അപ്പോൾ എന്താണോ പ്രശ്നം എന്നുള്ള കണ്ടിട്ട് അതിന് കറക്റ്റ് നമ്മൾ ക്യൂർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് ചൈനീസ് വാസ്തുക്കളായാലും ഫെങ്ഷുയിലൂടെ സാധിക്കുമെന്ന് ഫെങ്ഷുയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വടക്ക് വശം ഈ രീതിയിൽ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തൊഴിൽപരമായിട്ട് നേട്ടങ്ങളുണ്ടാകും. ഇനി വടക്ക് ഭാഗത്ത് നമുക്ക് മെച്ചപ്പെടുത്താൻ എന്തൊക്കെ ടൂൾസ് നമുക്ക് സ്വീകരണ മുറിയിൽ വെക്കാമെന്നുള്ളതാണ്. ഒന്ന്, ഇത്തരത്തിലുള്ള ഒരു അരോന മത്സ്യത്തിൻ്റെ സ്റ്റാച്ചു നമ്മുടെ ലിവിംഗ് റൂമിൻ്റെ നോർത്ത് ഭാഗത്ത് വെക്കാം. ഇത്തരത്തിലുള്ള ഒരു ഡ്രാഗൺ ടർട്ടിൽ നമുക്ക് ലിവിംഗ് റൂമിൻ്റെ നോർത്ത് ഭാഗത്ത് വെക്കാം. ഇത്തരത്തിലുള്ള ഒരു ഡ്രാഗൺ ടർട്ടിലും അതിനോടൊപ്പം ഒരു റൂയും കൂടെ ചേർത്ത് വെക്കുന്നതും തൊഴിൽപരമായിട്ട് നല്ല അഭിവൃദ്ധിക്കുള്ളൊരു ടൂളായിട്ട് ഫെങ്ഷുയിൽ ഇതിനെ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ചിത്രങ്ങളോ രൂപങ്ങളോ നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്ന് ഫെങ്ഷുയിലൂടെ പറയുന്നു. എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.